ഹായ് ഗൈസ്, ആഫ്റ്റർ ലോങ് ടൈം ഞാൻ പിന്നെ വന്നു. കുറേ നാളായി കണ്ടിട്ട്. നല്ല തിരക്കായിപ്പോയി. ജോലിക്ക് കയറി ജോയിനിങ്ങിന് ശേഷം എനിക്ക് ഇരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഒരു വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പുതിയ ജോലിക്ക് കയറി പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കോണ്ടൻറ്റൊന്നുമില്ല. കുറേ നാളായിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് കുറേ നാളായതുകൊണ്ട് ഇപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ടൈം 2:15. ഇപ്പം ഞാൻ എത്തിയിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ പോയതാ 2 മണിക്ക് ഡ്യൂട്ടിക്ക് പോയതാണ്. ഇവിടുന്ന് വരുന്നത് 2 മണിക്ക്, 12 മണിക്കൂറായി ഇവിടുന്ന് പോയിട്ട്. ഡെയിലി ഇങ്ങനെ തന്നെയാണിപ്പോൾ. നല്ല തിരക്കാണ്, റെസ്പോൺസിബിലിറ്റീസ് കൂടി. കുറച്ച് പച്ച പിടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ കുറച്ച് ദിവസം നിന്നപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് ജോയിൻ ചെയ്ത് 2-3 ദിവസം കൊണ്ട് തന്നെ ഫുള്ള് എല്ലാം പോയി. അതിൻ്റെയൊക്കെ വിഷമമുണ്ട് എനിക്ക്. പിന്നെ ജോലി വേണമല്ലോ, ജോലി ഇമ്പോർട്ടൻ്റ് ആണ്, അത് വേണം. പക്ഷേ എനിക്കെൻ്റെ വീട് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. കേട്ടിപ്പോകാൻ തോന്നുന്നുണ്ട്, എല്ലാവരെയും കാണാൻ തോന്നുന്നുണ്ട്. സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. ഇപ്പോൾ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പോയാൽ തന്നെ തിരിച്ച് വരുന്നത് ഒക്കെ റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ മാക്സിമം ഉള്ള ജോലി മുറുകെ പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. സമയം എനിക്കെല്ലാം വിശക്കുന്നുണ്ട്. ഇപ്പം ഞാൻ താഴെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ അവർ കൊണ്ടുതരാറുള്ളതാണ്. എന്നാണെങ്കിൽ ഇപ്പം ഞാൻ മെസ്സേജ് അയച്ചപ്പം അവർ പറയുക ക്ലോസിങ് ടൈമാണ് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പറ്റില്ല. ക്ലോസ് ചെയ്യുന്നല്ലോ, അവർക്ക് ഇങ്ങോട്ട് പോകണമല്ലോ, കിടന്നുറങ്ങണമല്ലോ. അപ്പോൾ നൂണിൽ ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. നല്ല എക്സ്പെൻസാണ്. നൂണിലൊക്കെ 5 തരത്തിൻ്റെ സാധനമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഡെലിവറി ചാർജും സ്മോൾ ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ ചാർജും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു കൈ കിട്ടുമ്പോഴേക്കും ഒരു 20-25 ദിർഹംസൊക്കെ കഴിക്കും. പക്ഷേ നോക്കിയിട്ട് കാര്യമില്ല, വിശക്കുണ്ട് നല്ലോണം. അപ്പം ഞാനൊരു ഫലൂദ ഓർഡർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ വിചാരിക്കും വിശക്കുമ്പോൾ ഫലൂദയുടെ കഴിക്കാം. പക്ഷേ കണ്ടപ്പോൾ എനിക്കത് കഴിക്കാൻ തോന്നി. കഴിച്ചാൽ എൻ്റെ വിശപ്പ് അത് കഴിച്ചാൽ മാറും. സോ ഫലൂദ വന്നിട്ട് കാണാം. എനിക്ക് വിശന്നിട്ടൊരു രക്ഷയില്ല കേട്ടോ. എന്തെങ്കിലും തിന്നാനുണ്ടോ നോക്കട്ടെ. ആണെങ്കിൽ ഒന്നും ഒരിക്കലും ഇല്ലാത്ത പോലത്തെ വിശപ്പ്. എന്താണ് കിട്ടേണ്ട യൂണിഫോം ട്രെയിനർക്ക് ഞങ്ങൾക്ക് വാങ്ങിച്ചതാണ്. നോക്കിയിട്ടൊന്നുമില്ല. ഡേറ്റ്സ് ഒന്നും അങ്ങനെ കേട്ടാവില്ലെന്ന് തോന്നുന്നില്ല. വിശന്നിട്ടാണെന്നില്ല, എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. സാധാരണ ഞാൻ ഈ നേരത്തൊക്കെ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടാവും, ഉറങ്ങിയിട്ടൊന്നുണ്ടാവില്ല. ഇന്നലെ ഞങ്ങൾ ഈ നേരത്ത് വരുന്ന സമയത്ത് ഒരു ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കഥ പറഞ്ഞു രാവിലെ 6 മണിക്ക് അങ്ങനെ വേണം കിടക്കാൻ പറ്റും. എന്നിട്ട് ഉറങ്ങിയത് 7 മണിക്ക് 8 മണിക്ക് അങ്ങനെ. എൻ്റെ ക്ഷീണം കൊണ്ടാന്ന് തോന്നുന്നു. ഇന്ന് ഞാൻ വന്നപ്പോഴേക്കും എല്ലാവരും കടന്നു. ഞാനും എനിക്ക് നാളെ ഓഫാണ്. സ്റ്റോർ ഓപ്പൺ ആയതിനാലും എനിക്ക് ഓഫ് കിട്ടിയത് നാളെ.
പ്രത്യേകിച്ച് പ്ലാനിങ്ങൊന്നുമില്ല. റെസ്റ്റ് എടുക്കണം, ഫുഡുകളും ഉണ്ടാക്കണം. കുറേ ദിവസമായി പുറത്തുനിന്ന് തന്നെ കഴിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അമ്പലത്തിൽ പോയാലോ എന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അമ്പലത്തിൽ പോകുമ്പോൾ കാര്യം നോക്കണ്ട. എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പോയില്ല, ഗ്രൂപ്പില്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒന്ന് മോട്ടർ ആക്കണം. എഴുത്തൊന്നും അധികം കഴിയാൻ പറ്റില്ല, മധുരമായതുകൊണ്ട്. ഫുഡ് വന്നിട്ടോ, ഫുഡല്ല, നമ്മുടെ ഫലൂദ വന്ന്. ലസ്സി പൊങ്ങിനാട്ടോ ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. ഞാൻ കഴിക്കട്ടെ. പക്ഷെ ഇത് കഴിച്ചാൽ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഇത് കഴിച്ചാൽ എനിക്ക് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശന്നിരിക്കുന്ന ഒരു പാക്കിങ്. കുറേ ആയിക്കല്ലോ ഇത് കഴിച്ചിട്ട്. വലിയ രസമില്ല കേട്ടോ. ഒരു 3 out of 5 റേറ്റിംഗ് കൊടുക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ സെയിം സാധനം ഞാൻ മുമ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിം ലസ്സി ഹോമിൽ. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും റൈസ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും പറയേണ്ടിയിരുന്നു. സ്ഥല എനിക്ക് ഇതും കഴിച്ച് കടന്നുറങ്ങാം. എന്നിട്ട് രാവിലെ എന്തെങ്കിലും വെച്ചുണ്ടാക്കി വെച്ചു. ഞാനിത് കഴിച്ച് തീർക്കട്ടെ. ഇപ്പം ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം ഒന്നുമില്ല, ഒരു കോണ്ടൻറ്റും ഇല്ല ഇതിൽ. കുറേ നാളായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് വീഡിയോ എടുത്തതേ ഉള്ളൂ. ബൈ.